ചെരുപ്പിട്ടുകൊണ്ടുള്ള നിസ്കാരം അത് പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ അറിയാത്തൊരു സുന്നത്താണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അത് അങ്ങനെ ഒരു സുന്നത്താണ് എന്നുള്ളത് പോലും അറിയില്ല. കാരണം പലരും ധരിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അദബ് കേടല്ലേ, അല്ലെങ്കിൽ ഒരു മര്യാദ കേടാണ്. അത് അള്ളാന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മസ്ജിദിൽ അങ്ങനെ കയറുമ്പോൾ അങ്ങനെ ചെരുപ്പിട്ട് നിസ്കരിക്കുക, ഷൂസ് ഇട്ട് നിസ്കരിക്കുക തെറ്റാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. സഈദ് ബിൻ യസീദ് അദ്ദേഹം പറയുകയാണ് റളിയല്ലാഹു അൻഹു, സഅൽതു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഞാൻ സഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമാൻ ചോദിക്കേണ്ടായി, അകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ നഅലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെരുപ്പിട്ട് നിസ്കരിക്കുമായിരുന്നോ? അദ്ദേഹം പറഞ്ഞു നഅം, അതെ ചെരുപ്പിട്ട് നിസ്കരിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണത്. അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമായി പറയുന്നത് സഹോദരങ്ങളെ, ഇമാം അബൂ ദാവൂദ് ഒക്കെ ഉദ്ധരിച്ചത് നമുക്ക് കാണാം. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദരോട് എതിരാകണം. ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം, യഹൂദർ എന്ത് ചെയ്യില്ല, അവർ ചെരുപ്പിട്ട് നിസ്കരിക്കുകയില്ല. വലാ ഖിഫാഫിഹിം, അവരുടെ ഖുഫ് ഇട്ടിട്ട് അവർ നിസ്കരിക്കൂല. ചെരുപ്പില്ല ഷൂസ് പോലത്തെ ഖുഫയും ഇത് രണ്ടും ഇട്ട് യഹൂദർ നിസ്കരിക്കില്ല, അവർക്ക് നിസ്കാരമുണ്ട്, അവരങ്ങനെ നിസ്കരിക്കില്ല. അതിനോട് എതിരാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ സാന്ദർഭികമായി പണ്ഡിതന്മാർ ഉണർത്താറുള്ള ഒരു കാര്യമാണ്, ഈ ഒരു സുന്നത്ത് നമ്മൾ ഏതൊരു സുന്നത്തും ശരീഅത്തിൽ നമ്മൾ അത് കൊണ്ടുവരുന്ന സമയത്ത് ആ സുന്നത്ത് കൊണ്ടുവരുമ്പോൾ അതിനേക്കാളും വലിയൊരു ഫസാദ്, ഒരു മഫ്സദത്ത് അവിടെ ഉണ്ടാകുമെങ്കിൽ നമ്മൾ അത്തരം ചില സുന്നത്തുകൾ ചിലപ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിൽ, ചില ഇടങ്ങളിൽ, ചില ആളുകൾക്കിടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. ഒരു നാട്ടിൽ ആർക്കും ഈ ഒരു സുന്നത്ത് അറിയില്ല, നമ്മളെങ്ങാനും പോയി ഇങ്ങനെ ചെരുപ്പിട്ടിട്ടോ ഷൂസ് ഇട്ടിട്ടോ ഒക്കെ നിസ്കരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചീത്ത പറയുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇതെന്തു മനുഷ്യനാണ് പുതിയത് കൊണ്ടുവന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വലിയൊരു ഫിത്ന അവിടെ ഉണ്ടാകും എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. പണ്ഡിതന്മാർ പറയുന്നു നമ്മൾ നേരെ പോയി അങ്ങനെ തുടങ്ങരുത്. ആദ്യം അവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഹദീസുകളൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അതിന് പാകപ്പെടുത്തണം. അവർക്ക് അറിയാത്തൊരു കാര്യം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെന്താണ്, അവന്റെ അറിവില്ലായ്മയുടെ അവൻ ശത്രുവാണ് എപ്പോഴും. അവൻ എന്ത് ചെയ്യും, അവൻ വലിയ രീതിയിലൊക്കെ പ്രതികരിക്കും. അതുപോലെ തന്നെ ഈ രൂപത്തിലൊക്കെ ഉള്ള നമ്മുടെ മസ്ജിദിലൊക്കെ ഉള്ളതുപോലുള്ള കാർപ്പറ്റുകളെ കുറിച്ചും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത്തരം കാർപ്പറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആ പുറത്തിട്ട് നടക്കുന്ന ചെരുപ്പും ഷൂസും കയറ്റരുത്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇത്തരം കാർപ്പറ്റുകളിൽ ഷൂസോ ചെരുപ്പോ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായി ഇവിടെ അഴുക്കുണ്ടാകും. മസ്ജിദിൽ അഴുക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരീഅത്തിന് താല്പര്യം. മസ്ജിദിൽ ഒരു അഴുക്കും ഉണ്ടാക്കാൻ പാടില്ല. മസ്ജിദിൽ ഉണ്ടാക്കുന്ന അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് നീക്കിയാണ് വേണ്ടത്. അപ്പോ ഇങ്ങനെയുള്ള കാർപ്പറ്റുകളും മറ്റുമൊക്കെ ഉള്ള ഇന്ന് ആധുനിക സൗകര്യമുള്ള മസ്ജിദുകളിലും അത് ചെയ്യേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ മസ്ജിദിന് കൂടുതൽ അതിന്റെ നവാഫത്തിന്, അതിന്റെ ശുദ്ധിയെ അത് ബാധിക്കുന്നതാണ് എന്നാണ്. എന്നാൽ ഇതിന്റെ അർത്ഥം സഹോദരങ്ങളെ, നമ്മൾ സുന്നത്തിനെ കൈവടിയുക എന്നുള്ളതല്ല. നമ്മൾ ഈ കിതാബ് വായിക്കുന്നത് തന്നെ പരമാവധി സുന്നത്തുകൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എവിടെയാണ് ഇത് പാലിക്കാൻ പറ്റുക? ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ചും വിദേശത്തൊക്കെ പോകുകയാണെങ്കിൽ, നമ്മൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മസ്ജിദുകൾ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് മരുഭൂമിയിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ നിസ്കരിക്കേണ്ടി വരികയാണെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവർ ഇട്ട ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പിലോ ഒക്കെ നിസ്കരിക്കാവുന്നതാണ്. ഇനി അതല്ല, ഇതേപോലെ പഴയ കാലത്ത് അതേ നിലയിൽ തന്നെ മണ്ണോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ നിലം അങ്ങനെ ആ രൂപത്തിൽ പോകുന്ന മസ്ജിദുകൾ ഉണ്ടെങ്കിൽ അവിടെയും നമുക്കത് ചെയ്യാവുന്നതാണ്. അല്ല എല്ലാ രാജ്യം, ഇപ്പൊ എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നും നിലത്ത് മണ്ണുള്ള മസ്ജിദുകൾ ഉണ്ട് എന്നാണ്, ഇന്നുണ്ട്. ഇനി അതല്ല, ഒരു നാട്ടില് ഒരുപാട് മതവിദ്യാർത്ഥികളും അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉള്ള ഒരു നാടാണ്, അങ്ങനെയൊക്കെ ദർസുകളൊക്കെ നടക്കുന്നതാണ്, അവിടെ എല്ലാവർക്കും സുന്നത്ത് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് ഇത്തരം സുന്നത്തുകൾ പാലിക്കാൻ പറ്റും. ഇനി അല്ല വേണ്ട, നമുക്ക് വീട്ടിൽ പാലിക്കാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരാൾക്ക് അങ്ങനെ ഒരു ഷൂസ് ഇട്ടുകൊണ്ടുള്ള ഒരു നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അവന്റെ വീട്ടിൽ നിസ്കരിച്ചൂടെ? ഒരു ഷൂസ് അതിനുണ്ടെങ്കിൽ അത്തരം എന്ത് ചെയ്യാം, അവനങ്ങനെ ഈ ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ ഒരു സുന്നത്ത് അവന് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പൊ ചെരുപ്പ് കൊണ്ടുള്ള നിസ്കാരം എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ നാം ഈ പറഞ്ഞതുപോലെയുള്ള അതിന്റെ വിശദീകരണം സഹോദരങ്ങളെ മനസ്സിലാക്കുക. കാരണം ചില ആളുകൾ ചിലപ്പോൾ സുന്നത്തിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും, പക്ഷെ അവർ മറ്റൊന്നും ചിന്തിക്കുകയില്ല. ഇത്തരത്തിലുള്ള മസ്ജിദുകളിലേക്കൊക്കെ ചിലപ്പോൾ അത് ഷൂസോ ചെരുപ്പോ ഒക്കെ ഇട്ട് കയറിയേക്കും. എന്നിട്ട് ചിലപ്പോൾ അവിടെ ആരെങ്കിലൊക്കെ അറിയാതെ ദേഷ്യം പിടിച്ചാൽ ഈ സുന്നത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് അയാളോട് ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല. രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഈ വ്യക്തിക്ക് ആ സുന്നത്തിനെ കുറിച്ച് അറിയില്ല. ഇയാൾ വിചാരിക്കുന്നത് നീ എന്തോ ഒരു മര്യാദകേട് കാണിക്കുകയാണ് എന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ പ്രതികരിച്ചത്. അയാൾ അറിവില്ലാത്തത് കൊണ്ടാണ്. അയാൾ നീ ആദ്യം പഠിപ്പിക്കണമായിരുന്നു, അയാൾക്ക് ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. നീ ഒറ്റയടിക്ക് വന്ന് അപ്പം ആ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹദീസുകൾ പറഞ്ഞു കൊടുത്താൽ അയാൾ ചിലപ്പോൾ സ്വീകരിച്ചുള്ളത്. അയാളുടെ ബാധ്യതയാണ് സ്വീകരിക്കൽ, ഹദീസാണെന്ന് അറിയപ്പെട്ടാൽ. പക്ഷേ നമുക്കൊരു ഹിക്മത്ത് വേണം. നമ്മൾ എന്ത് ചെയ്യണം, അയാൾ ആദ്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒരു മസ്ജിദിൽ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളിലെ ഇത്തരം സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ഈ ആധുനിക ഈ രൂപത്തിലുള്ള കാർപ്പറ്റുകളും മറ്റുമൊക്കെ വിരിച്ചിട്ടുള്ള മസ്ജിദുകളിൽ നമ്മൾ ചെരുപ്പോ ഷൂസോ ഇട്ടാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയുന്ന കാര്യമാണ്, അതിന് അഴുക്കുണ്ടാക്കുന്നതാണ്. അങ്ങനെ
അഴുക്കുണ്ടാക്കാൻ പാടില്ല, മസ്ജിദുകളിൽ അഴുക്കുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്.